നമസ്കാരം, ടെക് ട്രാവലിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോണറിന്റെ ഒരു പുതിയ ഫോണാണ്. ഹോണർ 8C എന്ന് പറഞ്ഞ മോഡലിലുള്ള ഒരു ഫോണാണ്. ട്രാവൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്, അല്ലെ? അപ്പൊ ട്രാവൽ ചെയ്യുന്നവർക്ക് ബാറ്ററി ബാക്കപ്പ് മാത്രമല്ല, പിന്നെ അതിന്റെ പെർഫോമൻസ്, പിന്നെ ഈ പറഞ്ഞ പോലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രീതിയിൽ നമുക്ക് ആ ഫോണുകൾ ഉപയോഗിക്കേണ്ടി വരും. വളരെ റഫ് യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ക്യാമറ കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കണം നമുക്ക് ഫോട്ടോസും മറ്റുമൊക്കെ എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബഡ്ജറ്റ് ശ്രേണിയിൽ പെടുന്ന ഒരു ഫോണാണ് ഹോണർ 8C എന്ന് പറയുന്നത്. 2 വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നത്. ഒന്ന് 4GB റാം 32GB മെമ്മറി, രണ്ടാമത്തത് 4GB റാം 64GB മെമ്മറി. ഇതില് 4GB റാം 32GB മെമ്മറിക്ക് 11,999 ആണ് പ്രൈസ് വരുന്നത്. 64GB മെമ്മറിക്ക് 12,999 ആണ് പ്രൈസ് വരുന്നത്. ബ്ലൂ, ബ്ലാക്ക് എന്ന 2 നിറങ്ങളിലാണ് നമുക്ക് ഈ ഫോൺ ലഭ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം, 1-2 ആഴ്ചയ്ക്ക് മുന്നേ അച്ഛനെ കൊടുക്കാനായിട്ട് ഞാൻ ഒരു ഹോണറിന്റെ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഫോൺ ഇപ്പോഴും അച്ഛൻ ഉപയോഗിക്കുന്നുണ്ട്. വളരെ മികച്ചൊരു ഫോണാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോണർ ഫോണുകളുടെ ഒരു വലിയൊരു ഫാനാട്ടോ. കാരണം ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹോണറിന്റെ ഫോണാണ്. എന്റെ ഒരു സെക്കൻഡ് ഫോണായിട്ട് ഞാൻ ഇപ്പോഴും ഹോണറിന്റെ ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോൺ നമുക്കിപ്പം റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് 4GB റാം 64GB മെമ്മറി ഉള്ള ബ്ലൂ കളറിലുള്ള ഫോണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിന്റെ ഒരു അൺബോക്സിങ്ങും അതേപോലെ തന്നെ നമുക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള കുറച്ച് ഇനീഷ്യൽ കാര്യങ്ങളുമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്നിട്ട് ഞാനിത് ഒന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ ഇടുകയുള്ളൂ. അത് നമുക്ക് അടുത്ത ദിവസം തന്നെ ഇടാം. ഓൾറെഡി നിങ്ങൾ പലരും ഈ ഫോണിന്റെ റിവ്യൂസ് മറ്റു പല ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവണം. എന്നിരുന്നാലും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എന്റെ അനുഭവത്തിൽ കൂടിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 4000 mAh ബാറ്ററി ഉണ്ട് എന്നുള്ളതാണ്. 4000 mAh ബാറ്ററിയിൽ ഇതുപോലെ ഒരു ഫോൺ നമുക്ക് കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടതാണ്. അതിനൊരു മറ്റൊരു റീസൺ കൂടിയുണ്ട്. ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 632 എന്ന് പറഞ്ഞ പ്രൊസസ്സർ ഉപയോഗിച്ചിട്ടാണ് ഈ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്വാൾകോം കമ്പനിയുടെ പുതിയ ഒരു പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 632 എന്നുള്ളത്. അതിന് തൊട്ട് പഴയ മോഡലിനെക്കാട്ടില് 40% ഇംപ്രൂവ്മെന്റ് പ്രൊസസ്സറിനുണ്ട്. അതായത് എല്ലാ കാര്യത്തിലും. അതിൽ ഏറ്റവും വലിയൊരു ഇംപ്രൂവ്മെന്റ് എടുത്ത് പറയേണ്ടത് ഇതിന്റെ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ 632 പ്രൊസസ്സർ വെച്ച് തരുന്ന ആദ്യത്തെ ഫോൺ എന്നുള്ളൊരു ഇതും ഈ ഹോണർ 8Cക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 15.9 സെന്റിമീറ്റർ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇതിന് ഫേസ് അൺലോക്കും അതേപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും അവൈലബിൾ ആണ്. അതിൽ ഫേസ് അൺലോക്ക് ലോ ലൈറ്റിൽ പോലും നന്നായിട്ട് പെർഫോം ചെയ്യും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത റിവ്യൂ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഫോൺ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഹോണറിന്റെ ഫോണുകളെല്ലാം ഈ ഒരു ടൈപ്പ് പെട്ടികളിലാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത ഫോണും ഇതേപോലെ തന്നെയുള്ള പെട്ടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹോണർ 8C 64GB മെമ്മറി ഉള്ള ഫോണാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. ഇത് 2 കളറിൽ അവൈലബിൾ ആണ്, ബ്ലൂവും ബ്ലാക്കും. നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലൂ കളറിലെ ഫോണാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇത് കണ്ടില്ലേ, ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഫ്ലെക്സ്ട്രോണിക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ശ്രീപെരുമ്പത്തൂർ താലൂക്ക്, കാഞ്ചീപുരം ഡിസ്ട്രിക്ട്. അതായത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് ഈ സാധനം മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ഹോണർ ഫോണുകളെല്ലാം. അപ്പോൾ ഇതിനകത്ത് ഹാൻഡ്സെറ്റ്, ഇന്റേണൽ ബാറ്ററി, ട്രാവൽ ചാർജർ, TPU കവർ, ഡേറ്റ കേബിൾ, വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, ഇത്രയും സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നാണ് നമുക്ക് പറയുന്നത്. എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. Octa-core CPU, 4GB RAM, 15.9cm HD display, 13 megapixel camera, VOLT support ഉണ്ട്, ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്, 4000 mAh ബാറ്ററി. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് എടുക്കുമ്പോൾ തന്നെ മേളിൽ തന്നെ നമുക്ക് ഫോൺ കാണാം. ഇതാണ് നമ്മുടെ ഫോൺ. ബ്ലൂ കളറാണ്, കണ്ടില്ലേ? ബ്ലൂ കളർ ഫോണാണ്. ഇവിടെ എന്തോ സ്റ്റിക്കറൊക്കെ ഉണ്ട്. എന്താ ഇത്, മോഡൽ നമ്പറും മറ്റും കൊടുത്തിരിക്കുന്നൊരു സ്റ്റിക്കറുണ്ട്. നമുക്ക് പിന്നിളക്കി കളയാം. പിന്നെ ഹോണറിൻ്റെ ബ്രാൻഡിങ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ,
പിന്നെ AI ക്യാമറ ആണ് ഇതിനുള്ളത്. AI ക്യാമറ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം. പിന്നെ ഒരു ഫ്ലാഷ് അവൈലബിൾ ആണ്, ഒരു ഡ്യുവൽ ക്യാമറയും ഇവിടെ അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് കണ്ടില്ലേ, ഇവിടെ ഫ്ലാഷും അതേപോലെ തന്നെ ക്യാമറയും അവൈലബിൾ ആണ്. സോ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനകത്ത് മറ്റെന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, പിന്നെ ഒരു സാധാരണ ഒരു സ്ക്രീൻ മാസ്ക് ഉണ്ട്, പിന്നെ ഒരു TPU കവർ ഉണ്ട്. TPU കവർ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഫോൺ ഇടാൻ പറ്റിയ ഒരു കവറാണ്. ഉണ്ടല്ലേ, ഫോൺ ഇടാൻ പറ്റിയ ഒരു TPU കവർ ഉണ്ട്. കൊള്ളാം. അത്യാവശ്യം ഒരു സാധാരണ ബേസിക് ഒരു കവറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ എല്ലാ ഫോണിലും കിട്ടുന്ന പോലെ തന്നെ ഒരു സിം ഇജക്ടർ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിതിൻ്റെ ചാർജർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചാർജർ ഇതാണ് വരുന്നത്. ചാർജർ ഹുവാവയുടെ 2 ആമ്പിൻ്റെ ചാർജറാണ് ലഭിക്കുന്നത്. പിന്നെ ചാർജിങ് കേബിളിൻ്റെ നീളം എത്രത്തോളം ഉണ്ടെന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം, കാരണം അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന് നീളം എത്രയുണ്ടെന്നുള്ളത്. കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം നീളമുണ്ട്. അത്യാവശ്യം വേണ്ട നീളമൊക്കെ ഉണ്ട്. ഒരു 3 അടി ഉണ്ടാവും, 3 അടി നീളം ഉണ്ടാവും. ഇതിന് 3 feet നീളമുണ്ട്. നമുക്കിനി ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. വാവ്, ഈ ഹോണറിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടില്ലേ, ആ ഒരു നീല കളറിൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. അതായത് നമ്മുടെ സ്പീക്കറും ക്യാമറയും ഫ്ലാഷും ഇരിക്കുന്നത് ഇവിടെയാണ്. EMUI എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടല്ലേ, അതിനകത്ത് നമുക്ക് വിവിധ ഇന്ത്യൻ ലാംഗ്വേജുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. മലയാളം ഉൾപ്പെടെയുള്ള ലാംഗ്വേജുകൾ അവൈലബിൾ ആണ്. നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കാം. ഇൻസേർട്ട് സിം കാർഡ് നമുക്ക് പിന്നെ ഇട്ടാൽ പോരെ, ഇപ്പോൾ ഇടണ്ടല്ലോ. വൈഫൈ കണക്ട് ചെയ്യാം. ലെറ്റ്സ് കണക്ട് ദ വൈഫൈ. അപ്പോൾ നമ്മുടെ വൈഫൈ കണക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് പോകുമ്പോഴത്തേക്കിനും ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ്സ്. ഫസ്റ്റിലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ഹുവാവേ ID സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ഹുവാവേ ID ഈസ് അക്കൗണ്ട് യു യൂസ് ടു ആക്സസ് ഓൾ ഹുവാവേ സർവീസസ്. ലോഗിൻ വിത്ത് യുവർ ഹുവാവേ ID ടു യൂസ് ക്ലൗഡ്, ആപ്പ് ഗാലറി സംഭവങ്ങളൊക്കെ. അതായത് നമ്മൾ ആപ്പിൾ ഫോണുകളിൽ നമ്മൾ iCloud യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഹുവാവേ ID ഉള്ളത്. ഹുവാവേ ID ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. നമുക്കത് പിന്നീട് ചെയ്യാം. ഉണ്ടല്ലേ, ക്ലൗഡ് സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ക്ലൗഡൊക്കെ പിന്നീട് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് എനേബിൾ ഡിവൈസ് പ്രൊട്ടക്ഷൻ യൂസിങ്, അതായത് ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ഫേസ് അൺലോക്ക് സെറ്റ് ചെയ്യാം, പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്യാം. ഇതേപോലുള്ള 3 സെക്യൂരിറ്റി മെഷേഴ്സ് ആണ് നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ 3 നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അത് ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിനകത്ത് കണ്ടില്ലേ, ഗെറ്റ് പോപ്പുലർ ആപ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ കുറച്ച് ഷെയർ ചാറ്റ്, അതേപോലെ തന്നെ കാൽക്കുലേറ്റർ, ആമസോൺ അസിസ്റ്റന്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ ഷെയർ ചാറ്റിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഷെയർ ചാറ്റ് ഉള്ളവർ ടെക് ട്രാവൽ ബൈ സുജിത് ഭക്തൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഷെയർ ചാറ്റിൽ ഫോളോ ചെയ്യാൻ പറ്റും. ഷെയർ ചാറ്റ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫോൺ പേ അങ്ങനെ കുറച്ച് ഡിഫോൾട്ടായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്നും ഐഫോണിൽ നിന്നും ഗൂഗിൾ ക്ലൗഡ് ബാക്കപ്പിൽ നിന്നൊക്കെ ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ചെയ്യേണ്ടവർക്ക് അതൊക്കെ ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഫോൺ ബൂട്ടായിരിക്കുകയാണ്. വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ് ഇതിനെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വളരെ മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ്. എനിക്ക് ഐ എം റിയലി ഇംപ്രസ്ഡ് വിത്ത് ഇറ്റ്. ഉണ്ടല്ലേ, കൊള്ളാം. സംഭവം നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റാണ് സംഭവം. ഉണ്ടോ, ഓക്കെ. ഗൂഗിൾ ക്രോം ഒക്കെ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിനും ഫാസ്റ്റായിട്ട് സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻ്റെ റൂമിലെ ലൈറ്റിംഗ് അത്ര പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് നമുക്ക് ക്യാമറ എങ്ങനെയുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല. അടുത്ത നമ്മുടെ റിവ്യൂ വീഡിയോയ്ക്കകത്ത് ഞാൻ ക്യാമറ സാമ്പിൾസും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കാണിച്ചു തരാം. കൊള്ളാല്ലേ, ഫ്രണ്ട് ക്യാമറയാണ് ഇത്. ഫ്രണ്ട് ക്യാമറയിൽ ആണ് നമ്മളിപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ സോണിയുടെ പുതിയ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതൊരു ട്രൈപോഡിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഈ ഒരു സംഭവം ഒരു പ്രീമിയം ഫോണിന്റെ ഒരു ലുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഇത് പറയുകയാണെങ്കിൽ ഇതിന്റെ കേസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കേസ് ആണ്. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് കേസ് ആയതുകൊണ്ട് വിയർ ആൻഡ് ടിയർ എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. താഴെ വീണാലൊക്കെ പൊട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്ന് കരുതുന്നു. ബിക്കോസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
പിന്നെ മൊത്തത്തിൽ ഓവറോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹാൻഡിയാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പരിപാടികളെല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ താഴെയായിട്ട് ഹോണർ എന്ന് എഴുതിയിരിക്കുന്നതും പിന്നെ ആ മുകളിലത്തെ ആ ഒരു ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെയാണ് ശരിക്കും എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. വാൾപേപ്പർ ഒക്കെ ഉണ്ടല്ലേ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടൈം ഇവിടെ താഴെ കാണാനും സാധിക്കുന്നുണ്ട്. ഓരോ ക്ലിക്ക് ചെയ്ത് മാറുമ്പോഴും ഇങ്ങനെ വാൾപേപ്പർ ഉണ്ടോ, ഞാനിങ്ങനെ ഓരോന്ന് മാറ്റി ഒരു അൺലോക്കിന്റെ അവിടെ വരുമ്പോഴത്തേക്കിനും വാൾപേപ്പർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ വാൾപേപ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഡിസ്പ്ലേക്ക് നല്ല ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് 6.26 ഇഞ്ച് നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 19:9 റേഷ്യോയിലുള്ള ഡിസ്പ്ലേ. TUV സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണുകൾക്ക് ഒരു സ്ട്രെയിൻ കുറയും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ അത്യാവശ്യം ഗെയിം കളിക്കാനും ഈ ഫോൺ ഉപയോഗിക്കാം എന്ന് പറയുന്നു. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോ ലൈറ്റിലും നമുക്ക് ഇതിന്റെ ഫേസ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഒരു പ്രൈസിന് കിട്ടുന്ന ഒരു ഫോണിന് ലോ ലൈറ്റിൽ ഫേസ് അൺലോക്കും അതേപോലെ തന്നെ വളരെ ലോ ലൈറ്റിൽ നമുക്ക് ഇതിന്റെ ഫ്ലാഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫേസ് അൺലോക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ്. പിന്നെ ഈ ബ്ലൂ ഫോണുകൾക്ക്, അതായത് ഈ ബ്ലൂ കളറിലുള്ള ഫോണുകൾക്ക് കാറ്റ്സ് ഐ ഡിസൈൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് 3D പ്രിന്റിംഗ് ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ ഫോണിന്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒരു മികച്ച ഒരു മൾട്ടി ടാസ്കർ ഫോൺ ആണെന്നും കമ്പനി പറയുന്നുണ്ട്. അതായത് നമുക്ക് പല ആപ്പുകൾ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം, ഫോൺ ഹാങ് ആവില്ല എന്ന് കമ്പനി ഉറപ്പ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ റിവ്യൂ വീഡിയോനകത്ത് ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഫോൺ ഓൾറെഡി നമ്മുടെ ശ്വേത ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഫോൺ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഹോണർ കമ്പനി അയച്ചു തന്ന ഫോണാണ്. അപ്പോൾ എന്തായാലും ഈ ഫോൺ കഴിഞ്ഞ ഫോൺ അച്ഛന് കൊടുത്ത സ്ഥിതിക്ക് ഈ ഫോൺ ശ്വേതയ്ക്ക് വേണം. ശ്വേതയുടെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായി, ഫോൺ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാനത് നൈസായിട്ട്, ശ്വേതയുടെ ബർത്ത്ഡേ ആണ് ഈ മാസം വരുന്നത്, അപ്പൊ നൈസായിട്ട് ഞാനത് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അംഗീകരിക്കുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ബർത്ത്ഡേക്ക് ഞാൻ വീണ്ടും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. എനിവേ നമുക്ക് ഈ ഫോണിന്റെ മറ്റൊരു വിശദമായ ഒരു വീഡിയോയ്ക്ക് കാത്തിരിക്കുക. ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വളരെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടുമുള്ള ഒരു റിവ്യൂ ഞാൻ തരുന്നതായിരിക്കും. അതിനായിട്ട് നമുക്ക് അടുത്ത ദിവസം രാവിലെ 11 മണിക്ക്. ബൈ.